എടോ ഞാനിവിടെ തനിച്ചാടോ, അതാ പറഞ്ഞത്. അവള് മോളുടെ മരുമോനെ കൂടെ മരുമോനെ വീട്ടിൽ പോയിരിക്കുക. താൻ ആ പൗലോസിന്റെ കയ്യിൽ നിന്ന് ഒരു സ്കോച്ച് സംഘടിപ്പിച്ചോ, ഇങ്ങോട്ട് വാ. അത് റെഡിയാടോ, അല്ലെ തന്നെ ഞാൻ വിളിക്കുവോ? തകപ്പന്റെ സെറ്റപ്പില് രണ്ടട്ടേക്കോട്ട് പോത്തിട്ടുണ്ട്. താൻ വേഗം ഇങ്ങോട്ട് വാ. ആ ഭഗവാനെ, കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാക്കണം. ആരാ? ആരാത്? ആരാണെന്നാണ് ചോദിച്ചത്. നീ ഏതാണോ ചക്ക? നീ എങ്ങനെ ഇതിനകത്ത് കയറി? മനുഷ്യനെ പഠിപ്പിക്കാതെ ഇറങ്ങി പോടാ. പോയോ? അയ്യോ, ഇതെന്താ അന്യഗ്രഹ ജീവിയോ? ചില ടി വി കാണുന്നത് പോലെ പോയോ? ഇതിനകത്തെങ്ങും ആരാണോ തല്ലിയത്? നീ തോന്നലാണോ? പക്ഷെ മുട്ടുകൈ കയറ്റിയ പോലൊരു വേദന. കേശവ, നീ ചതിച്ച രാഘവന്റെ ആത്മാവ് പ്രതികാര ദാഹിയ നിന്റെ പുറകിലുണ്ട്. ബി കെയർഫുൾ. എത്രയോ വർഷങ്ങളായി എന്റെ ആത്മാവ് ഈ ഒരു ദിവസത്തിന് വേണ്ടി ദാഹിച്ചു വലയുകയായിരുന്നു. അയ്യോ, എന്റെ ആത്മാവിന് കയറിക്കൂടാൻ പറ്റൊരു ദേഹം ഇപ്പോഴാണ് എനിക്ക് കിട്ടിയത്. രാഘവേട്ട, ഇങ്ങനൊരു ദേഹമോ? കുട്ടിച്ചാത്തനെ പോലെ. അതേടാ, ഈ ദേഹം കൊണ്ട് ഈ രാഘവൻ നിന്നോട് പകരം വീട്ടും. എന്റെ സ്വത്തുക്കളെല്ലാം അടിച്ചു മാറ്റി എന്റെ കുടുംബം കുളം തോണ്ടി നിന്നെ വെറുതെ വിടില്ലടാ. നിന്റെ കുടൽമാല പുറത്തെടുത്ത് അതുകൊണ്ട് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കുമെടാ. നൂഡിൽസിൽ നിന്ന് ആത്മാവോ? ഓ, കൊളാക്കി. കേശവ, ഉപദ്രവിക്കരുത്, എന്ത് വേണേലും ഞാൻ ചെയ്യാം. ഇവന്റെ നിഴലിനും ഈ രൂപാണോ? നിന്റെ കൊരവള്ളി അവിടെ രാഘവ. എന്തൊരു പേടിത്തൊണ്ടൻ ഇയാള്. കണ്ണാടിയിൽ ഞാനാ. അയ്യോ, നിന്നാ നമ്മള് പേടിക്കുമ്പോ കാത്തിരുന്ന് ബോറടിച്ച് കാണും. അയ്യോ കേശോട്ടാ, എന്തോ ഇത്രയും കാലം ഈ ചേട്ടൻ നെഞ്ചിനകത്തെ തട്ടുംപുറത്തിട്ട് കൊണ്ടു നടന്ന പ്രതികാര ഇന്നലെ ഒരൊറ്റ രാത്രി കൊണ്ട് എന്റെ അനിയൻ അടിച്ചു വരുത്തി കൈ തന്നത്. എടിക്കോ ഇരോളെ, നീ നോക്കി, ഞങ്ങൾ ഏട്ടനും അനിയനും കൂടി അച്ഛന് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കും. എന്നിട്ട് ഈ കൊച്ചി നഗരത്തിലൊരു വെലസും. അല്ലട മോനെ. പിന്നെ ആകാശ് മോനെ, നമ്മളിപ്പോ പോകുന്നത് ഈ കൊയിരോളക്കുട്ടിയുടെ വീട്ടിലേക്കാ. അവിടെ ചെല്ലുമ്പോ മോൻ ചേട്ടനോടൊരു കാര്യം ചെയ്യണം. ചെയ്യോ? ആ, ഇവളുടെ അച്ഛനോടെ ഈ കൊയിരോള കുട്ടിയെ ചേട്ടനെ കെട്ടിച്ചേരാൻ പറയണം. പറയോ? ഞങ്ങളുടെ ഇന്ത്യയില് പെണ്ണ് ചോദിക്കുന്നത് ചെക്കന്റെ ബന്ധുക്കളാ. ചേട്ടന്റെ ഒരേ ഒരു ബന്ധു മോനല്ലേ?
ആ നീ എന്തിനെത്ര നാണിക്കണേ? അല്ല, ഇനി ഇതെങ്കിലും നീട്ടിക്കൊണ്ടുകൊണ്ട് കാര്യമുണ്ടോന്ന് ആലോചിച്ചതാ. അതാലോചിക്കുന്നതിന് എന്തിനെത്ര നാണം? ഞാൻ അതൊക്കെ ഒന്ന് സങ്കല്പിച്ച് നോക്കിയതാ. എന്ത് ആദ്യ രാത്രിയാ? ഒന്ന് പോവും. ദൈവമേ, ഇപ്പൊ ഈ ഇടിയാണെങ്കിൽ അപ്പ എന്തിടിയായിരിക്കും? വാവാ ആകാശവാണേ, വാവാ മോന് ചായ കുടിക്കണോ? ദാമോര 3 ചായ കുടി. ഇപ്പൊ എടുക്കാം. വാ മോനെ. എടാ കുട്ടാ, നീ അറിഞ്ഞോ നിന്റെ അച്ഛന്റെ സിൽബന്തി ആ കേശവനില്ലേ, അയാൾക്ക് ഇന്നലെ രാത്രി വട്ടിളകി ത്രാന്താശുപത്രി കൊണ്ടുപോയത്രേ. നിന്റെ അച്ഛന്റെ ആത്മാവിനെ കണ്ട് പേടിച്ചെന്നാ പറയുന്നത്. കുട്ടിച്ചാത്തന്റെ രൂപത്തിലാ വന്നതെന്ന്. ശോ, പാവം, ദൈവത്തിന്റെ ഓരോരോ കളികളെ ഇല്ലേ? ഇടിച്ച ആര്? അപ്പൊ ഇവന്മാരായിരിക്കുമല്ലേ ഇവനെ രാത്രി ഇടിച്ചത്. അവന് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നണേ. ആരാ മോനെ അവന്മാര്? പറ. ഓഹോ, അപ്പൊ അത് തന്നെ. ഞാൻ ഇപ്പൊ വരാം. ഇത് പ്രതികാര വാരാഘോഷ, റിവെഞ്ച് വീക്ക്. ഓക്കെ, ഞാൻ നടക്കുന്നതിന്റെ ഇടയ്ക്ക് നിങ്ങൾ നിന്ന പിന്നെ ഞാൻ എന്ത് ചെയ്യും? കയ്യിൽ തീപ്പെട്ടി ഉണ്ടോ? എന്ത് തീപ്പെട്ടി ഉണ്ടോന്ന്? ഇല്ല. ഒന്നുമില്ലെന്നേ. തീപ്പെട്ടി ഉണ്ടാ? ഇല്ല. ഓ ഷോ, ഇവിടെ ഇല്ല. എന്നാ തീപ്പെട്ടി? നിന്നോടല്ല ചോദിച്ചത്. ഇവിടെ തീപ്പെട്ടി ഇല്ല. എന്താടാ എന്താടാ നിന്നെ ഇപ്പൊ ആരങ്ങട് വിളിച്ചേ? അങ്ങട് കറങ്ങട ഇറക്കാ. എന്താണ് സ്കൂൾ വിട്ടോല എന്റെ പുറകെ? ഓ, ഞാൻ മാറട്ടെ. എന്ത് കഷ്ടം. ബുദ്ധി വളർച്ചയിലത്തെ പിള്ളേരെ നീ അടിക്കണം പന്നി. മോനെ ആകാശ് മനു, നിനക്ക് മതിയായില്ലേ? കുരള നിനക്ക് മതിയായില്ലേ? ഇവിടെ ഇവിടെ ഒന്നും മതിയാവില്ല മോനെ. ചേട്ടൻ കംപ്ലീറ്റ് വില്ലമാരെ അടിച്ചോടിച്ചു. ഇനി മോനെ ആരും അടിക്കൂല കേട്ടോ. മോന് ചേട്ടനില്ലേ? ഹാപ്പി ആയാ? ഹാപ്പി ഹാപ്പി. എക്സ്ക്യൂസ് മീ സാറേ, ഞാനിവിടെ ഉണ്ട്. ഞാൻ സാറിനെ കാണാൻ ഓഫീസിൽ വരാനിരിക്കായിരുന്നു. എന്താ കിട്ടിയ പൈസ അടിച്ചു പൊളിച്ച് തീർന്നു? അതൊന്നുമല്ല. ഇവിടെയുള്ള ആൾക്ക് അങ്ങോട്ട് പറഞ്ഞു വിടാൻ ധൃതി. ജർമ്മനിയുള്ള സാറിനാണെങ്കിൽ ഏറ്റെടുക്കാനും ഫോർമാലിറ്റീസ് എല്ലാം തീർത്ത് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് അയക്കാൻ പറഞ്ഞ് അവിടുന്ന് വിളിയോട് വിളി. 4-ാം തീയതിക്ക് ബുക്ക് ചെയ്ത ടിക്കറ്റ് നേരത്തേക്ക്. കക്ഷിയുടെ വിസ ആണെങ്കിൽ അടുത്ത ആഴ്ച എക്സ്പയർ ആവും. ഞാൻ കാരണം തനിക്കുണ്ടായ ഭാരം
നാളെ തന്നെ നമുക്ക് ടേക്ക് ഓഫ് ചെയ്യിക്കാം. ഇതാ ഫ്ലൈറ്റ് ടിക്കറ്റ്. നാളെ 3 മണിക്കാ ഫ്ലൈറ്റ്. തനിക്ക് തരാനുള്ള ബാലൻസ് എമൗണ്ട് 5 ലക്ഷത്തിന്റെ DD. നമ്മുടെ എഗ്രിമെന്റ് പ്രകാരം നാളെ എയർപോർട്ടിൽ അയാളെ റിസീവ് ചെയ്യുമ്പോ തന്നാ മതി. പക്ഷെ അവിടുന്ന് വിളിച്ചു പറഞ്ഞു ടിക്കറ്റിനോടൊപ്പം ഹാൻഡ് ഓവർ ചെയ്തോളാം. എന്തോട് വാങ്ങിക്കാത്ത? അല്ല സാറേ, ആ പ്രശ്നക്കാരൻ പിന്നെയും വല്ല പ്രശ്നം ഉണ്ടാക്കിയ? ഇതല്ല പ്രശ്നം. സാർ അത് തിരിച്ചുകൊണ്ടോ? എന്നിട്ട് ഞാൻ അവൻ അയക്കുന്നില്ല. അയക്കുന്നില്ലേ? താൻ എന്താ ഈ പറയണേ? സാർ, അവൻ എന്റെ കൂടെ പുറപ്പാ. അവനെ പറഞ്ഞയക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ? അതൊന്നും സാറിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് കൊള്ളാം. ഇതെന്താ കുട്ടികളിയാ? അവനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി തന്നെ താൻ തന്നെ പറഞ്ഞിട്ടല്ലോ ഞാൻ ഇത്രയും സ്ട്രെയിൻ എടുത്ത് ഇത് ഇവിടെ വരെ കൊണ്ട് എത്തിച്ചത്. എന്നിട്ടിപ്പോ? അല്ല സാറേ, ഇവൻ പറയുന്നത് ഞങ്ങൾക്ക് ആലോചിക്കാൻ കുറച്ചുകൂടി സമയം. ആലോചിക്കാനൊന്നും സമയമില്ല. നാളെ വൈകിട്ട് മിസ്റ്റർ ആകാശ് മേനെ ഇവിടുന്ന് കയറ്റിവിട്ടില്ലെങ്കിൽ എന്താ? ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴൊന്നുമില്ലോ. സംഭവം സാറ് പറഞ്ഞത് ശരി തന്നെയാ. എന്റെ ഭാഗത്ത് തന്നെ തെറ്റ്. ആ തെറ്റ് തിരുത്താൻ വേണ്ടിട്ടാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത്. എടോ, താൻ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്നറിയാതെ സംസാരിക്കുന്നത്. എന്ത് ഭവിഷ്യത്താണ് സാറേ? ഈ ഒരു ഇടപാടിൽ ജർമ്മനിയിലുള്ള ഏതോ ഒരു സാറ് എനിക്ക് ഒരു 5 ലക്ഷം രൂപ തന്നിട്ടുണ്ട്. അത് ഞാനെടുത്ത് തിരിച്ചു കൊടുത്ത പ്രശ്നം സോൾവ് ആയില്ലേ? ഇതൊക്കെ പറയാൻ എളുപ്പാ, പക്ഷെ ഇതിനൊക്കെ അതിന്റേതായ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. തന്റെ അനിയനെ അഡോപ്റ്റ് ചെയ്യുന്നതിൽ തനിക്ക് പരിപൂർണ്ണ സമ്മതാണെന്നും പറഞ്ഞ് താൻ എഴുതി കയ്യൊപ്പിട്ട് തന്ന കംപ്ലീറ്റ് ഡോക്യുമെന്റ്സ് അവിടെ എത്തിക്കഴിഞ്ഞു. ആയിക്കോട്ടെ, ഇതിപ്പോ തലപോണ കേസൊന്നല്ലോ. അതുകൊണ്ട് സാർ ഒരു കാര്യം ചെയ്യും. എന്റെ അനിയന് വേണ്ടി ജർമ്മനിയിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന സാറിനോടനെ അങ്ങോട്ട് വിളിച്ചിട്ട് എന്റെ തീരുമാനം ഇതാണ്, ഞാൻ വാങ്ങിച്ച പണം തിരിച്ചറിയാൻ തയ്യാറുമാണ്, അതിന് കുറച്ച് സാവകാശമാണെന്ന് സാറിനോട് വിളിച്ച് പറയേ. ഇനിയിപ്പോ സാറ് വിളിച്ച് പറയുമ്പോ അങ്ങനെ വിശ്വാസമായില്ലെങ്കിൽ ഞാൻ പറയാം. അതിപ്പോ ഇനി ഒന്നും പറയണ്ട, സാർ ചെല്ലേ. ചെല്ല് സാറേ. പടച്ചോനെ, ഇത് പുലിവാലാവൂലോ? ഇത് പുലിവാലാവും. ഇത് പുലിവാലാവേ. എടാ, നിന്റെ തീരുമാനമൊക്കെ ശരി തന്നെയാ. ഇക്കാര്യത്തിൽ ഞാൻ മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ ഉണ്ടാവും. പക്ഷെ കടലാസിലൊക്കെ ഒപ്പിട്ട് കൊടുത്ത് പണം വാങ്ങിപ്പോയി സ്ഥിതിക്ക് കുഴപ്പാവുന്ന എന്റെ പേടി. അത് പേടിച്ചിട്ട് ആ പാവത്തിന് എന്തെന്നൊക്കെയായിട്ട് കയറ്റി വിടണോ? അല്ല, അതെന്തായാലും വേണ്ട. എന്നാ പിന്നെ ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായില്ല, അത് വരുന്നിടത്ത് വെച്ച് തന്നെ കാണാം. അത്ര തന്നെ. Yeah, Mr. Subair. I've been trying your number since morning. ഞാൻ ഇന്ന് രാവിലെ എത്തി. Yeah, I want to meet him immediately. അതിനുവേണ്ടി മാത്രമാണ് വന്നത്. Where are you now? Oh, Chennai. No, 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 no. I can manage. ഞാൻ തന്നെ പോയി കാണാം. Give me his address. ഉണ്ടോന്ന് നോക്ക്. I'll wait here. Sir. So, you are Mr. Anandakuttan, right? അതെ. Pleased to meet you. I am Samuel Isaac. പേരുകൊണ്ട് തന്നെ എന്നെ മനസ്സിലായി കാണും. അതല്ലെങ്കിൽ ഞാൻ വരുന്നത് ജർമ്മനിയിൽ നിന്നാണെന്ന് പറഞ്ഞാൽ തീർച്ചയായും മിസ്റ്റർ ആനന്ദക്കുട്ടന് എന്റെ വരവിന്റെ ഉദ്ദേശം ഊഹിക്കാം. അവിടെ സാമാന്യം നല്ല തിരക്കുള്ള ഒരാളാണ് ഞാൻ. ആ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഇത്ര സഡനായി ഇവിടെ ലാൻഡ് ചെയ്തതിൽ നിന്ന് തന്നെ ഈ പ്രശ്നം വളരെ സീരിയസ് ആയിട്ടാണ് ഞാൻ കാണുന്നതെന്ന് മിസ്റ്റർ ആനന്ദക്കുട്ടൻ യു ഷുഡ് നോ. ഒരു പേഴ്സണ് മറ്റൊരു പേഴ്സണോട് കാണിക്കാവുന്ന വളരെ മാന്യമായ ഒരു മര്യാദകേടുണ്ട് ഈ ലോകത്ത്. വി പീപ്പിൾ യൂസ് ടു കോൾ ഇറ്റ് ചീറ്റിംഗ്. യു നോ ചീറ്റിംഗ്. അത് വളരെ മനോഹരമായി താങ്കൾ എന്നോട് കാണിച്ചു. ഓക്കെ, ലീവ് ഇറ്റ്. ഇനി ഈ ബിസിനസ്സിൽ ഇത് താങ്കളുടെ ഒരു ചീപ്പ് ബാർഗൈനിങ് തന്ത്രമാണെങ്കിലും ഐ ഡോണ്ട് മൈൻഡ്. പണം ഇനിയും ആവശ്യപ്പെട്ടോളൂ, എത്ര വേണമെങ്കിലും ഞാൻ തരാം. ബട്ട് യു മസ്റ്റ് കീപ് യുവർ വേർഡ്. സോറി സാർ, സാറിപ്പോ സംസാരിച്ച പോലൊന്നും സംസാരിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. ഉള്ള കാര്യം വെട്ടി തുറന്നങ്ങോട്ട് പറയാം. എനിക്ക് അവനെ പറഞ്ഞേക്കാൻ പറ്റില്ല. വൈ? അവൻ എന്റെ അനിയനാ, അത് തന്നെ. ഓ സി, നമ്മൾ തമ്മിൽ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അന്നും അയാൾ തന്റെ അനിയൻ തന്നെ ആണ്. അന്നത്തെ എന്റെ നിവൃത്തിയുടെ കൊണ്ട് ഞാൻ ആ പേപ്പറിൽ ഒപ്പിട്ടു, പൈസ വാങ്ങി. എന്ന് വെച്ച് ഭീഷണിപ്പെടുത്താനാണ് സാറിന്റെ വരവെങ്കിൽ? ഇതുവരെ ഞാൻ സംസാരിച്ചതിൽ ഒരു ഭീഷണിയുടെ സ്വരമുണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ ഇനി എനിക്ക് അങ്ങനെ സംസാരിക്കേണ്ടി വരും, നിങ്ങളുടെ ഭാഷ ഇതാണെങ്കിൽ. ജർമ്മനിയിൽ നിന്ന് വന്നിട്ട് വരട്ടല്ലേ സാറേ. ഞങ്ങൾ ഇന്ത്യക്കാർക്ക് പൈസയുടെ കുറവ് മാത്രമേ ഉള്ളൂ. സൂട്ടും കോട്ടൂട്ട സിനിമയിലെ വില്ലനെ പോലെ ബെൻസ് കാറിലൊക്കെ വന്നിറങ്ങിയ പേടിക്കണ കാലൊക്കെ പോയി സാർ. മൈൻഡ് യുവർ വേർഡ്സ്. എന്തേനു? അല്ല സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ബുദ്ധി വളർച്ചയില്ലാത്ത ഇങ്ങനെ ഒരാളെ തന്നെ ദത്തെടുക്കണമെന്ന് സാറിന് എത്ര വാശി? ബുദ്ധിയും ഭംഗിയൊക്കെയുള്ള കുട്ടികളെല്ലാം സാധാരണ എല്ലാവരും ദത്തെടുക്കാറ്. അപ്പൊ ഇതിലെന്തോ ദുരിതാശമുണ്ട്. പാവപ്പെട്ടവന്റെ ബുദ്ധി വളർച്ചയില്ലാത്തവരുടെ കിഡ്നിക്കും കരളിനും ഒക്കെ ഡിമാൻഡ് കുറവൊന്നും ഇല്ലല്ലോ ഫോറിനില്ല, അല്ലേ സാറേ? അങ്ങനെ വല്ല ഉദ്ദേശമാണെങ്കിൽ മര്യാദക്ക് താമിന്റെ ജർമ്മനിക്ക് തിരിച്ചു പോവില്ല. സ്റ്റോപ്പ് ഇറ്റ് മിസ്റ്റർ ആനന്ദക്കുട്ടൻ. യു ഡോണ്ട് നോ ഹു ഐ ആം. അല്ല, അത് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യവും ഇപ്പൊ എനിക്കില്ല. ബട്ട് വൺ തിങ്, എല്ലാ ലീഗൽ സ്റ്റാറ്റസും എനിക്ക് അനുകൂലമാണ്. അതുകൊണ്ട്
നിങ്ങളുടെ അനുജനെയും കൊണ്ടേ ഞാൻ പോകും. നാളെ, അല്ലെങ്കിൽ വേണ്ട, 2-3 ദിവസം ആലോചിച്ചോളൂ. എന്നിട്ട് മറുപടി പറഞ്ഞാൽ മതി. മറുപടി യെസ് ആയാലും നോ ആയാലും എന്റെ തീരുമാനം ഉറച്ചതാണ്. എനിക്ക് അയാളെ കൊണ്ടുപോയേ പറ്റൂ. ആലോചിക്കേ. ഞാൻ ഈ സിറ്റി തന്നെ ഉണ്ടാവും, ബോൾഗാട്ടി റിസോർട്ടിൽ. ജീവിതം പച്ചപിടിക്കാൻ വേണ്ടിയുള്ള പരക്കം പാച്ചിലിനിടയിൽ വഴിമുട്ടിയപ്പോ രക്ഷപ്പെടാൻ വേണ്ടി നീ എടുത്ത് ചാടിയത് നടുക്കടലിലേക്ക് ആയിപ്പോയി. സ്നേഹം എന്താണെന്നറിയാതെ വളർന്ന എനിക്ക് അത് മനസ്സിലാക്കി തന്നവൻ അവൻ. ഞാൻ അവനെ സ്നേഹിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്ത് ന്യായത്തിന്റെ പേരിലാണെങ്കിലും അവനെ എൻ്റെ അടുത്തുനിന്ന് പറിച്ചെടുത്തോണ്ട് പോവാൻ ഏത് കോടീശ്വരഞ്ഞ് വന്നാലും ഞാൻ സമ്മതിക്കില്ല. അയാള് തന്ന പണം കൊടുത്താ തീരും. കൊടുക്കാം, അതെങ്ങനെയെങ്കിലും കൊടുക്കാം. അത്രയും വലിയ തുക നമ്മളെ കൊണ്ട് പറ്റുമോ കുട്ടേട്ടാ? പറ്റും. അതിന് ദൈവം എന്തെങ്കിലും മാർഗമൊക്കെ ഉണ്ടാക്കും. എന്റെ ഓപ്പറേഷന് വേണ്ടി ഈ പണം ഇവിടെ തന്നേൽപ്പിക്കുമെന്ന് നീ പറഞ്ഞിരുന്നു. ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ ആവശ്യക്കാർക്ക് കൊടുക്കാമെന്ന്. ഇത്രയും കാലത്ത് ജീവിതാനുഭവം വെച്ച് അന്നേ ഞാൻ കണക്കൂട്ടിയതാ. നീ തന്നെ ആയിരിക്കും ഇതിന്റെ ആവശ്യക്കാരനെന്ന്. ഇന്ന അല്ല അച്ഛാ, അത് അച്ഛൻ എഴുന്നേറ്റ് നടക്കണ കാണാൻ ആഗ്രഹിച്ച് തന്നതാ നീ. പക്ഷെ ഈ അച്ഛന്റെ ആഗ്രഹം നിങ്ങൾ ഏട്ടനും അനിയനും ഒരുമിച്ച് സ്നേഹിച്ച് കഴിയണം കാണാനാ. അതുകൊണ്ട് ഇതങ്ങോട്ട് പിടിക്കേ. ചേച്ചി, ഇത് വാങ്ങു കുട്ടേട്ടാ. എന്താ ഇത് വളയമാലയൊക്കെ? രാജിയുടെയാ, അമ്മ ഉണ്ടായിരുന്നപ്പോ ഇട്ടുകൊടുത്തതാ. ഇതൊന്നും വേണ്ട, അല്ലാതെ തന്നെ വേറെന്തെങ്കിലും വഴിയുണ്ടാവും. അല്ല, അങ്ങനെ ഒരു വഴി ഉണ്ടാവുമ്പോ കുട്ടിയിട്ട് എനിക്ക് തിരിച്ചെന്നാ മതി. അങ്ങനെ ആദ്യ റൗണ്ട് പിരിവ് സക്സസ്. നീ 5000 രൂപ വീതം വീതിച്ചു കൊടുത്ത നമ്മുടെ ടീമിന്റെ വീടങ്ങ് കയറി റെഡി ചെയ്തു. എല്ലാവരും സമ്പന്നരായതുകൊണ്ട് കൊടുത്തതിന്റെ ബാലൻസ് 1000-ന് മുകളിൽ ഒരു താരത്തിന്റെ കയ്യിലില്ല. എന്നാൽ ടോട്ടൽ കളക്ഷൻ 12,500 ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. ഉള്ളതെല്ലാം പെറുക്കിക്കൂട്ടി തരുമ്പോ നമ്മുടെ ടീമിലുള്ള അംഗങ്ങൾ നിറകണ്ണോട് പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ, അതിനെ നീ വിട്ടുകൊടുക്കരുതെന്ന്. സർ, ഫോൺ. Yeah. Let him come in. Please come. താങ്കൾ വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ഞാൻ. നന്നായി. ഇനി നമുക്ക് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാമല്ലോ. ഡ്രിങ്ക് വേണ്ട സാർ. ഓക്കെ. നമ്മൾ ഇന്നലെ സംസാരിച്ചത് ഒരു ബിസിനസ് ഡീലിന്റെ പുറത്തായതുകൊണ്ടാവാം രണ്ടുപേരും വളരെ ഹാർഷായ ഭാഷ ഉപയോഗിച്ചു. നമുക്കത് മറക്കാം അല്ലേ? നേരത്തെ പറഞ്ഞ പ്രകാരം ബാലൻസ് 5 lakhs ഡ്രാഫ്റ്റ് ആ ട്രാവൽ ഏജന്റിന്റെ കയ്യിൽ തന്നെ ഉണ്ട്. അത് താങ്കൾക്ക് എപ്പോൾ വേണമെങ്കിലും കൈപ്പറ്റാം. പിന്നെ കൂടുതൽ എത്ര വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞോളൂ, തരാൻ ഞാൻ ഇപ്പോൾ തയ്യാറാണ്. ഞാനിപ്പോൾ വന്നത് സാറുമായിട്ട് ബാർഗെയിൻ ചെയ്യാനോ തർക്കിക്കാനൊന്നുമല്ല. ഞാനൊരു എടുത്തിയാട്ടക്കാരനായി പോയി സാറേ. ചിലപ്പോൾ അങ്ങനെയൊക്കെ വളർന്നുകൊണ്ടായിരിക്കും ആരോട് എന്തൊക്കെ പറയണ്ടേന്ന് അറിയാതെ പറയും, പെരുമാറും. ക്ഷമിക്കണം. സാറിനെ പോലെ ഒരു വലിയ മനുഷ്യനോട്, അതും എന്നെ കാണാൻ വന്നിട്ട്, അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, നമുക്കത് വിടാം. അതല്ല, എന്റെ ഭാഗത്ത് ഒരു ന്യായീകരണമില്ല. ഞാനിപ്പോ വന്നത് സാറിന്റെ കാല് പിടിക്കാനാ. അവനെ വിട്ടുതരാൻ എനിക്ക് പ്രയാസമാണ് സാർ. മിസ്റ്റർ ആനന്ദക്കുട്ടൻ, എന്ത് പ്രശ്നം ഉണ്ടായാലും അവനെ കൊണ്ടുപോയി ഞാൻ സമ്മതിക്കില്ല സാർ. ഞാനും എന്റെ കൂട്ടത്തിൽപ്പെട്ട എല്ലാവരും കൂടി നുള്ളിപ്പെറുക്കി കയ്യിൽ ബാക്കിയുണ്ടായിരുന്നു കൂടി ചേർത്ത് പകുതി പണം കൊണ്ടുവന്നിട്ടുണ്ട്. സാർ ഇത് വാങ്ങണം. ബാക്കി അമൗണ്ടിന് ഒരാഴ്ചത്തെ സമയം എനിക്ക് അനുവദിച്ചു തരണം. അതുവരെ നിൽക്കാൻ സാറിന് ബുദ്ധിമുട്ടാണെങ്കിൽ ഏത് പേപ്പറിൽ വേണേലും ഞാൻ ഒപ്പിട്ട് തരാം. സുബൈർ സാറിന്റെ കയ്യിൽ പണം ഏൽപ്പിക്കുകയും ചെയ്യാം. ഞാൻ ഇവിടെ വന്നത് ആകാശിനെ കൊണ്ടുപോകാനാണ്. അതിനുവേണ്ടി മാത്രം, അറ്റ് എനി കോസ്റ്റ് എനിക്ക് അയാളെ കൊണ്ടുപോയേ പറ്റൂ. ഞാൻ അപേക്ഷിക്കുക, സാർ വാശി പിടിക്കരുത്. ഏതോ നശിച്ച നേരത്താ അങ്ങനെ ഒരു തെറ്റ് ഞാൻ ചെയ്തത്. അമ്മ കൊടുത്ത ചേട്ടന്റെ ഫോട്ടോ അവന്റെ കുഞ്ഞു മനസ്സിൽ തോന്നിയ എല്ലാ സ്നേഹത്തോടെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച ബാഗില് ആർക്കും കൊടുക്കാതെ അവൻ കൊണ്ടു നടന്നപ്പോ അതൊന്നും അറിയാതെ വെറും കാശിന് വേണ്ടി ഞാൻ അവനെ വിറ്റു. ഒരു കൂടപ്പുറപ്പ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റ്. ആ തെറ്റിന് ഒരു പ്രായച്ചിത്തെ എനിക്കും ചെയ്യാൻ പറ്റും. പറ്റുന്നിടത്തുള്ള അവനെ സ്നേഹിക്കുക, പറ്റുന്നിടത്തുള്ള അവന് വേണ്ടി ജീവിക്കുക. അതിന് സാർ സമ്മതിക്കണം. മിസ്റ്റർ ആനന്ദക്കുട്ടൻ, ഒന്നെന്റെ കൂടെ വരാവൂ. താൻ എന്നോട് ചോദിച്ചില്ലേ
ബുദ്ധിസ്ഥിരതയില്ലാത്ത തന്റെ അനുജനെ അഡോപ്റ്റ് ചെയ്തിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അതിനുള്ള മറുപടി ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് ഇവള് പറയുന്നതാ. എന്റെ ഭാര്യ. ചായ കുടിക്കൂ ആനന്ദ്? വേണ്ട. ആനന്ദക്കുട്ടനെന്ന് അമ്മ വിളിച്ച് കേട്ടിട്ടില്ല. ആനന്ദെന്നാ പറയാ. അതാ ഞാൻ അങ്ങനെ വിളിച്ചത്. 10-15 കൊല്ലം മുൻപ് മെന്റലി ചലഞ്ചറായ കുട്ടികളുടെ സ്കൂളിൽ വെച്ചാ ആനന്ദിന്റെ മമ്മിയെ ഞാൻ പരിചയപ്പെടുന്നത്. ആകാശിനെ വിടാനും വിളിച്ചോണ്ട് പോകാനുമാ മമ്മ വന്നിരുന്നത്. ആകാശ് എന്നും അവരുടെ ഒരു വലിയ വേദനയായിരുന്നു. പക്ഷെ കാണുമ്പോഴൊന്നും ആകാശിനെ പറ്റി പറഞ്ഞ് മമ്മ കരയണ കണ്ടിട്ടില്ല. കരഞ്ഞിരുന്നത് മുഴുവൻ കൈവിട്ടുപോയ മകനെക്കുറിച്ച് ഓർത്ത, നിങ്ങളെക്കുറിച്ച് ഓർത്ത്. ക്യാൻസർ വന്ന് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ മമ്മയുടെ ഏക പ്രതീക്ഷ ആകാശിനെ നോക്കാൻ നാട്ടിൽ അവനൊരു ഏട്ടനുണ്ടല്ലോ എന്നുള്ളതായിരുന്നു. അവരുടെ ആഗ്രഹപ്രകാരം ഞങ്ങളാണ് ആകാശിനെ ഇങ്ങോട്ട് അയച്ചത്. ആകാശ് പോന്നപ്പോ പക്ഷേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഞങ്ങളുടെ തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷയും സന്തോഷവും ഒക്കെയാണ്. അങ്ങോട്ട് നോക്ക്. ദിയ, ഞങ്ങളുടെ ഒരേ ഒരു മകൾ. ആകാശിന്റെ സ്കൂളിലെ അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട കളിക്കൂട്ടുകാരി. അവളും ഏറ്റവും അധികം സന്തോഷിച്ചിരുന്നത് അവന്റെ പ്രസൻസില. ആർക്കും നിർവചിക്കാൻ കഴിയാത്ത അപൂർവമായ ഒരു സൗഹൃദം. നമുക്കൊന്നും പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാത്ത അവരുടേത് മാത്രമായ ഒരു ലോകത്ത് അവർ പരസ്പരം കഥകൾ പറയും, പൊട്ടിച്ചിരിക്കും, പാട്ടുപാടും. തൻ്റെ അമ്മയും ഞങ്ങളുമൊക്കെ ആശ്വാസത്തോടെയും കൗതുകത്തോടെയും കണ്ടിരുന്ന ആ പൊട്ടിച്ചിരിയും ആഹ്ലാദവും ഒക്കെയാണ് ആകാശ് പോന്നതോടെ പെട്ടെന്ന് അങ്ങ് ഇല്ലാതായത്. ആകാശിന് ഈ ഡിഫക്റ്റ് ജന്മനാ ഉള്ളതാണെങ്കിലും മോൾക്ക് അങ്ങനെയല്ല. ബ്രെയിനിലെ ഒരു ഗ്രോത്ത് കാരണം ഒരു 3-4 വയസ്സ് മുതൽ ഗ്രാജുവലി ഇങ്ങനെ ആയതാ. ഇപ്പോ ഇവളുടെ ആയുസ് നീട്ടി കിട്ടണമെങ്കിൽ പോലും ഒരു സർജറി കൊണ്ടേ മതിയാവും. അതും ചാൻസ് 50-50. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് സർജറി നടത്തേണ്ടതാ. അതിനു മുമ്പ് ഇവൾക്ക് കൊടുക്കാവുന്ന എല്ലാ സന്തോഷവും ഞങ്ങൾക്ക് കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, അവളുടെ ഏറ്റവും വലിയ സന്തോഷം ആകാശിന്റെ പ്രസൻസ് ആണ്. മറ്റെന്താവശ്യപ്പെട്ടാലും ഈ ലോകത്ത് എവിടെയാണെങ്കിലും അത് സാധിച്ചു കൊടുക്കാൻ എനിക്ക് ഒരു പ്രയാസവും ഇല്ല. ഇതിപ്പോ നിങ്ങളുടെ ദയ ഞങ്ങൾക്ക് വേണം. ഇപ്പൊ ഞാൻ തിരിച്ച് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ആകാശിനെ ഞങ്ങളോടൊപ്പം പറഞ്ഞയക്കണം. സർജറിയുടെ നേരത്ത് ആകാശ് അവളുടെ കൂടെ വേണം. അവരുടെ കളിച്ചിരിക്കൊടുവിൽ ആ മയക്കത്തിൽ നമ്മൾ ഒരിക്കലും ഉണർന്നില്ലെങ്കിൽ പോലും ഒരു സമാധാനം ഞങ്ങൾക്കുണ്ടാവും. സന്തോഷത്തോടെ ആവുമല്ലോ ഞങ്ങളുടെ മോള് പോവുക. ഞങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒരു കളിപ്പാവയായി മോളുടെ മുമ്പിൽ ആടിക്കളിക്കാനാണ് ആകാശിനെ കൊണ്ടുപോകുന്നതെന്ന് കരുതരുത്. ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഞങ്ങളുടെ മോളുടെ സ്ഥാനത്ത് അവനെ കണ്ട് നിങ്ങളുടെ മമ്മയെ പോലെ തന്നെ ഞാൻ അവനെ നോക്കിക്കൊള്ളാം. ജീവിതകാലം മുഴുവൻ അവനൊരു വിഷമം ഉണ്ടാവില്ല. ഞങ്ങൾക്കുള്ള സ്വത്തും എല്ലാം അവന് കൊടുക്കാം. അവന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഒരു ദിവസം ആ ട്രാവൽ ഏജന്റിനെ വിളിച്ചപ്പോഴാണ് അവൻ നിങ്ങൾക്കൊരു ബാധ്യതയാണെന്ന് അറിയുന്നത്. അങ്ങനെയാണ് അഡോപ്റ്റ് ചെയ്യുന്ന കാര്യം ഞങ്ങൾ ആലോചിച്ചതും. പിന്നെ പണം ആവശ്യപ്പെട്ട് അനിയനെ വെച്ച് നിങ്ങൾ വിലപേശുകയാണെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ കുറച്ച് ഹാർഷായിട്ട് ഇടപെട്ടത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്ന ഈ ആത്മാർത്ഥതയ്ക്ക് മുന്നിൽ, സ്വന്തം അനിയനോട് കാണിക്കുന്ന ഈ സ്നേഹത്തിന് മുന്നിൽ ഞങ്ങൾക്ക് തോറ്റല്ലേ പറ്റൂ. എന്നാലും വീണ്ടും അപേക്ഷിക്കുകയാണ്, ഒരിക്കൽ കൂടെ ഒന്ന് ആലോചിച്ചൂടെ? ഞങ്ങൾ അവനെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം. ദൈവം എൻ്റെ മോളുടെ ജീവിതം മടക്കി തരികയാണെങ്കിൽ ഈ കുട്ടികൾ ഒരുമിച്ച് അവരുടേതായ ലോകത്ത് കളിയും ചിരിയും ഒക്കെ ആയിട്ട് കഴിയുന്നതിനേക്കാളും വലിയൊരു പുണ്യം വേറെ ഉണ്ടോ ആനന്ദ്? ഓർക്കുമ്പോ സങ്കടം വരിക. അവര് പറഞ്ഞത് മുഴുവൻ ശരിയാണെങ്കിൽ കഷ്ടല്ലേ ആ കുട്ടിയുടെ കാര്യം? അതിനെ കണ്ടപ്പോ എനിക്കും പാവം തോന്നി. പക്ഷേ അതിനേക്കാളൊക്കെ വലുതല്ല നമുക്ക്. ആരുടെയൊക്കെ ഇഷ്ടത്തിനും സന്തോഷത്തിനും വേണ്ടി അങ്ങനെ അവനെ കൈവിട്ട് കളയാൻ പറ്റൂ? നിങ്ങളൊക്കെ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? എന്തു വന്നാലും അവനെ പറഞ്ഞയക്കരുത്, ആ ഒരു പ്രാർത്ഥന ഉള്ളൂന്ന്. പ്രാർത്ഥനയൊക്കെ അങ്ങനെ തന്നെയാ. പറഞ്ഞയക്കാൻ ഞങ്ങൾ സമ്മതിക്കുന്നല്ല. പക്ഷെ ഇത് വാങ്ങിച്ച കാശ് തിരികെ കൊടുത്താലും തീരാത്തൊരു നൂലാമാലയായില്ലേ? അതിനെന്താ ഇപ്പൊ ഒരു പരിഹാരം? അയാൾ ആ കുട്ടിയെ കൊണ്ട് വന്ന പോലെയാണ് തിരിച്ചു പോകും. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ സുബേർ സാറിനോട് സംസാരിച്ചോളാം. പിന്നെ ഒരു വിഷമേ ഉണ്ടാവൂ.
നാളെ ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാ അതിന്റെ ഒരു കുറ്റബോധം. അതതിന്റെ വിധിയെന്ന് കരുതാം. നമ്മളാരും ദൈവങ്ങളല്ലല്ലോ. അതിനെല്ലാറ്റും കൂടെ ഒരൊറ്റ പ്രായച്ചിത്തുള്ളൂ. അമ്മ ആഗ്രഹിച്ച പോലെ എന്നെ കൊണ്ട് കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ എല്ലാ സ്നേഹവും അവന് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു കുട്ടിയും അതിന്റെ അച്ഛനും അമ്മയും ജർമ്മനിയിൽ നിന്ന് വന്നിട്ടില്ല എന്ന് കരുതുക. അല്ലെങ്കിൽ തന്നെ ആകാശമൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ, നമ്മളും ഒന്നും അറിഞ്ഞിട്ടില്ല. എന്തായാലും ഒന്നും മിണ്ടാത്തേ, മനുഷ്യനെ വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കില്ലേ? ആനന്ദ്, എല്ലാം പറഞ്ഞു കഴിഞ്ഞതാണ്. വീണ്ടും വന്നത് അതൊന്നും ആവർത്തിക്കാനല്ല. തനിക്കിഷ്ടമല്ലെങ്കിൽ ഒരിക്കലും നിർബന്ധിക്കില്ല. ആകാശിനെ വിട്ടുതരണ്ട, ഞങ്ങൾ തിരിച്ചു പോയിക്കോളാം. പക്ഷേ ഇവിടെ വരെ വന്നതല്ലേ, എൻ്റെ മോള് അവനെ ഒന്ന് കാണുന്നതിൽ തെറ്റുണ്ടോ? ചിലപ്പോൾ അവനെ കാണുമ്പോൾ അവളുടെ പഴയ കളിയും ചിരിയും ഒക്കെ തിരിച്ചു കിട്ടിയാൽ അത് മതി, അത് മാത്രം മതി ഞങ്ങൾക്ക്. 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച പണ്ടത്തെ പോലെ ആ കുട്ടികളെ അവരുടെ മാത്രം ലോകത്ത് കളിക്കാനും ചിരിക്കാനും ഒന്ന് വിട്ടുകൊടുത്തൂടെ നമുക്ക്? പിന്നെ ഞാൻ ഒന്നും ആവശ്യപ്പെടില്ല, ഞങ്ങൾ തിരിച്ചു പോയിക്കോളാം. വാ, സൂക്ഷിച്ച്. ആകാശ്, ആകാശ്, ദാ അങ്ങോട്ട് നോക്ക്. ഒന്ന് സി ഓഫ് ചെയ്യാൻ പോലും അവരാരും വന്നില്ല. ഒരു കണക്കിന് നന്നായി. ആകാശ് വന്നിരുന്നെങ്കിൽ വീണ്ടും ഇവിടെ വെച്ചൊരു സെപ്പറേഷൻ, അതിൻ്റെ ഒരു സഡൻ ഡിപ്രഷൻ മോൾക്ക്. ഏയ്, അവൾക്കതൊന്നും താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. വേണ്ട, വരാതിരുന്നത് നന്നായി. സാർ, ദൈവം നേരത്തെ ചിലത് തീരുമാനിച്ചിട്ടുണ്ട് സാർ. നമ്മൾ എന്ത് ന്യായം പറഞ്ഞത് മാറ്റാൻ ശ്രമിച്ചാലും നടക്കില്ല. ഒടുക്കം ദൈവം തന്നെ നമ്മളെ കൊണ്ട് ജയിക്കും. ആകാശിന്റെ ടിക്കറ്റ് സാറിൻ്റെ കയ്യിലില്ലേ? അത് ക്യാൻസൽ ചെയ്തോ? ഇതവന്റെ പാസ്പോർട്ടൊക്കെ. സാറ് എന്നെ കൊണ്ടുവയ്ക്കോ?
എനിക്ക് സമ്മതമാണ് സാർ, പരിപൂർണ സമ്മത. ആകാശ്, അമ്മ ആഗ്രഹിച്ച അവന്റെ സുഖവും സന്തോഷമാണെങ്കിൽ അതെന്നേക്കാളും കൂടുതൽ കൊടുക്കാൻ കഴിയുക നിങ്ങൾക്ക് തന്നെയാ. സ്നേഹം കിട്ടിയും കൊടുത്തൊന്നും എനിക്ക് പരിചയമില്ല സാറേ. അവന് ഞാൻ ചേട്ടൻ മാത്രമേ ഉള്ളൂ. നിങ്ങൾ അവന് പപ്പയും അമ്മയും തന്നെയാ. സകല സൗഭാഗ്യങ്ങളും വെച്ച് നീട്ടി നിങ്ങൾ അവനെ വിളിക്കുമ്പോൾ ഇനി എന്തിൻ്റെ പേരിലാണ് സാർ ഞാനത് നിഷേധിക്കുക? സ്വാർത്ഥത, എൻ്റെ വെറും സ്വാർത്ഥത. ഇല്ല സാർ, ഇപ്പം എനിക്കത് ബോധ്യായി. അത് കണ്ടോ സാറേ, അവരുടെ ആ ലോകത്ത് ഈശ്വരനല്ലാതെ വേറെ ഒരാൾക്ക് റോളില്ല. ആ പൊട്ടിച്ചിരിക്കാൻ സന്തോഷത്തിന് പകരം വയ്ക്കാൻ ഞാൻ എന്താ കൊടുക്കുക സാർ? എന്ത് കൊടുത്താലാ അവൻ്റെ ആ ബട്ടർഫ്ലൈക്ക് പകരാവുക? കൊണ്ടുപോയിക്കോ സാർ. അവൻ്റെ ബട്ടർഫ്ലൈക്ക് ഈശ്വരൻ ഒരാപത്തും വരുത്തൂല. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന എന്നും ഉണ്ടാവും. ഇനി തന്നോട് ഞാൻ എന്താ പറയാ? കരള് പറിച്ചെടുത്താണ് താനീ തരുന്നതെന്നറിയാം. ദൈവം അനുഗ്രഹിച്ചാൽ മോളുടെ സർജറി കഴിഞ്ഞ് ഞങ്ങൾ വരാം. അല്ലെങ്കിൽ തനിക്കെപ്പോ വേണമെങ്കിലും അങ്ങോട്ട് വരാമല്ലോ. എല്ലാവർക്കും വരാം. സാർ, എപ്പോഴെങ്കിലും അവൻ സാറിനൊരു ബാധ്യതയായിട്ട് തോന്നുകയാണെങ്കിൽ സാർ മടിക്കരുത്. അവനെ തിരിച്ചയച്ചോളൂ. 2 കൈ നീട്ടി അവനെ സ്വീകരിക്കാൻ ഈ ഏട്ടൻ എന്നും ഇവിടെ ഉണ്ടാവും. ആകാശ് ഞങ്ങളെ പപ്പാന്നും മമ്മാന്നോ വിളിക്കുന്നത്. ഇനി ആനന്ദനും അങ്ങനെ തന്നെയാ. ഓട്ടെ. പെട്ടെന്ന് അങ്ങോട്ട് പോയപ്പോ ആകെ ഒരു വിഷമം. യാത്ര പോലും പറഞ്ഞില്ല അതിനോട്. ഒന്ന് തിരിഞ്ഞു പോലും നോക്കണല്ലോടവൻ. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ചേട്ടൻ അങ്ങോട്ട് വരാൻ പാടില്ല. ദേ നോക്കിയേ ചേട്ടനെ, ഇതിലുണ്ട് കേട്ടോ. ഈ ബാഗിലുണ്ട്. ബാഗ് ഇത് കണ്ടോ? ദേ ഇത് ചേട്ടൻ. ഇത് മോൻ. മോൻ അങ്ങനെ. ദേ ഇതിനകത്ത് ഉണ്ടാവും എന്നും ഈ ചേട്ടൻ കേട്ടോ. ഇതിങ്ങനെ എന്നും എൻ്റെ മോന്റെ നെഞ്ചത്ത് തന്നെ ചേർന്ന് കിടക്കണം. ഇതിലല്ലേ നമ്മുടെ പാവ അമ്മയും മോന്റെ ചേട്ടനെ കൊള്ളത്. ആര് ചോദിച്ചാലും കൊടുക്കരുത് കേട്ടോ. ചെല്ലേ, അല്ലെങ്കിലേ മോന്റെ ബട്ടർഫ്ലൈ പറന്നു പോവും.